നമസ്കാരം, ഞാൻ ഡോക്ടർ ജ്യോതിഷാർ നായർ, അപ്പോളോ ആഡ്ലക്സ് ആശുപത്രിയിൽ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മുടെ വിഷയം പ്രമേഹവും അതിൻ്റെ സങ്കീർണതകളെക്കുറിച്ചാണ്, കോംപ്ലിക്കേഷൻസ്. നമുക്കറിയാം, പ്രമേഹം എന്ന് പറയുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂടുന്ന ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ വളരെയധികം നാളുകൾ മുന്നോട്ട് പോകുമ്പോൾ, സാധാരണഗതിയിൽ 10-15 വർഷം അനിയന്ത്രിതമായി പോകുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് നമ്മൾ സങ്കീർണതകളായി പറയുന്നത്. ഇതിൽ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, പ്രമേഹവുമായി നേരിട്ട് ബന്ധപ്പെട്ട്, അതായത് പഞ്ചസാരയുടെ അളവ് കൂടി ഇരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സങ്കീർണതകൾ. ഇതിനെ മൈക്രോവാസ്കുലാർ കോംപ്ലിക്കേഷൻ, ചെറിയ രക്തക്കുഴലിലുണ്ടാകുന്ന സങ്കീർണതകളായിട്ട് നമുക്ക് കണക്കാക്കാം. ഇവയാണ് മെയിനായിട്ട് ന്യൂറോപ്പതി, നെഫ്രോപ്പതി, റെറ്റിനോപ്പതി എന്നിവ 3 അതായത് കണ്ണിൻ്റെ ഉള്ളിൽ റെറ്റിനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ചെറിയ നാഡികൾ നെർവ്സിനുണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെ നമ്മുടെ കിഡ്നിയിൽ ഉള്ള മാറ്റങ്ങൾ. ഇത് 3 ചെറിയ രക്തക്കുഴലിലുണ്ടാകുന്ന സങ്കീർണതകളായി പറയുന്നത്. ഇത് കൂടാതെ പ്രമേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുന്ന മറ്റ് ചില വ്യത്യാസങ്ങളാണ് അമിത രക്തസമ്മർദ്ദവും, അതായത് ഹൈപ്പർ ടെൻഷൻ. പിന്നെ 3 വരുന്നത് കൊളസ്ട്രോൾ മൂലമുള്ള വ്യത്യാസങ്ങൾ. ഇത് എല്ലാം കൂടെ ചേർന്നിട്ട് വരുന്ന മറ്റ് ചില സങ്കീർണതകളുണ്ട്. ഇത് പ്രമേഹ രോഗികളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അത്തരത്തിലുള്ളതിനെ മാക്രോവാസ്കുലർ, വലിയ രക്തക്കുഴലിലുണ്ടാകുന്ന സങ്കീർണതകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതാണ് ഹാർട്ടിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കൊറോണറി വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നതും, പിന്നെ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന മറ്റ് രക്തക്കുഴലുകൾക്കൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ കാലിലേക്കുള്ള വലിയ രക്തക്കുഴലുകൾ, പെരിഫറൽ വാസ്കുലർ ഡിസീസ്. ഇത് 3 ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പം ഇതിന് പ്രമേഹം മാത്രമല്ല, പ്രമേഹത്തിൻ്റെ കൂടെ ബാക്കിയുള്ള സങ്കീർണതകൾ ഉണ്ടാകാനുള്ള കോമോബിഡിറ്റീസ്, ബാക്കിയുള്ള ഫാക്ടേഴ്സും കൂടെ ഉണ്ടാകണം. അപ്പം നമ്മൾ മെയിനായിട്ട് പറഞ്ഞു, രക്തക്കുഴലിലെ ഈ മാറ്റങ്ങളാണ് പ്രമേഹത്തിൻ്റെ സങ്കീർണതകൾക്ക് കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രമേഹം നിയന്ത്രിച്ചു പോകേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും ഷുഗറിൻ്റെ അളവ് നിയന്ത്രിച്ചു പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ്, കൊളസ്ട്രോളും പ്രഷറും നിയന്ത്രിച്ച് തന്നെ പോകണം. ഇത് കൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ സങ്കീർണതകൾ വരുന്നുണ്ടോ എന്നുള്ളത് ഇടയ്ക്ക് പരിശോധിച്ച് നോക്കി അറിയണം. കാരണം ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ പലപ്പോഴും പ്രകടമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നിയന്ത്രിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ ഈ സങ്കീർണതകൾ വരുന്നില്ല എന്ന് സമയാസമയങ്ങളിൽ പരിശോധനകൾ നടത്തി കൃത്യമായിട്ട് നിർണയിച്ചു പോകുന്നതാണ് നല്ലത്. എല്ലാവർക്കും ഒരു നല്ല ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.